ഹലോ, എല്ലാവർക്കും UGS കിച്ചണിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറിയ അച്ചാർ തയ്യാറാക്കാം. ഇരുമ്പൻ പുളി അഥവാ ഇരിമ്പിപ്പുളി എന്ന് പലയിടത്തും പറയും. അതാണ് തയ്യാറാക്കുന്നത്. നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു പുളിയാണിത്. ഇത് സീസണലായിട്ട് ധാരാളം പുളികൾ ഇതിലുണ്ടാവും. ഇതിൻ്റെ അച്ചാർ വളരെ ടേസ്റ്റിയാണ്. എന്നാൽ അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഇരുമ്പൻ പുളി അഥവാ ഇരിമ്പിപ്പുളി എന്ന് പറയുന്നത്. ഇത് കുറച്ച് ക്ലീൻ ചെയ്ത് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ പാത്രത്തിൽ ഇതാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റത് ഞാൻ ജസ്റ്റ് ഉപ്പ് തിരുമ്മി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ചീനിച്ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായി വരണം. എണ്ണ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. അച്ചാറിൽ കൂടുതൽ എണ്ണ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുത്തു. വറ്റൽമുളകാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് കട്ട് ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഫുൾ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി കായപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൺചട്ടി തയ്യാറാക്കാനായിട്ട് മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിക്കകത്തേക്ക് ആദ്യം കുറച്ച് എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കണം. മൺചട്ടി കറുത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മളെപ്പോഴും പുളിയുള്ള അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ മൺപാത്രത്തിൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെന്ത് വരണം. മൺപാത്രത്തിൽ എന്തിനാണ് തയ്യാറാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ വറവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ എണ്ണയും ആ മസാല എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇനി ഞാനത് ഇളക്കി യോജിപ്പിക്കാൻ പോകുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, മെറ്റൽ പാത്രത്തിൽ ഒരിക്കലും അച്ചാർ പുളിയുള്ള ഒരു സാധനം തയ്യാറാക്കാതിരിക്കാൻ നോക്കണം. പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പല രോഗങ്ങളായിട്ട് തിരിയുന്നതാണ് മെറ്റൽ പാത്രത്തിലെ റിയാക്ഷൻസ്. അപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്തൊടയരുത്. അപ്പോൾ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മുങ്ങിക്കിടക്കണോണ്ട് അത് വെന്തങ്ങോട്ട് അലിഞ്ഞു പോകുമൊന്നുമില്ല, ഫ്രൈ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേനും നിർത്തി വയ്ക്കണം. ചൂടോടെ ഞാൻ വിനാഗിരി ഒഴിക്കാറില്ല. അല്പം തണുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് വേണ്ടിയവർ ഇച്ചിരി ഒഴിക്കുന്നത്. നാച്ചുറൽ വിനാഗിരിയാണ് ഉപയോഗിക്കാറ്. ഇത് കോക്കനട്ട് വിനാഗിരിയാണ്. അപ്പോൾ ഇതിലേക്കൊരു 2 സ്പൂൺ അല്പം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്.